ഭയങ്കരമായ ഒരു ചെറിയ ഇൻസിഡൻസ് ഉണ്ടായതാണ്. അതോടുകൂടി ആ സംഭവം കൊടുത്ത് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും മാറി താമസിക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. വളരെ ദയനീയമാണ്. ഞങ്ങൾ കുറച്ച് കാശൊക്കെ അവിടെ തൽക്കാലം ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ കുറച്ച് കാശൊക്കെ അവിടെ കൊടുത്തു. ഞങ്ങൾ 4 ദിവസമായി ഉറങ്ങിയിട്ട്. കുട്ടികൾ പോലീസ് ഏത് സമയം ഒന്ന് റെയ്ഡാണ്. പിന്നെ വീട്ടിൽ ഉള്ളിൽ കയറിയിട്ട് കട്ടിനടിയിൽ വരെ പരിശോധിക്കുകയാണ്. ഞങ്ങൾ അത്ര പിന്നെ കുട്ടികളൊക്കെ കൗൺസിലിങ്ങിന് വരെ നമ്മൾ മനസ്സിലാക്കുന്ന കൗൺസിലിങ്ങിന് വരെ അടുത്ത മുഴുവൻ ആൾക്കാർ ഈ കൗൺസിലിംഗ് കൊണ്ടുപോയ അവസ്ഥയത് അപ്പോൾ ഞങ്ങൾ കാണുന്നത്. അത്ര ദയനീയമാണ് ഈ പോലീസ് അവിടെ കാണിച്ച പ്രശ്നങ്ങൾ. ഇതിപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഈ അതിര് വിട്ട് കഴിഞ്ഞാൽ ഇത് ജനങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ എല്ലാവരും നമ്മൾ പഴയ കാലത്ത് പറയുന്നത് നെക്സലൈറ്റ് ആയി പോകാന്ന് പറയുമല്ലോ, അതുപോലെ ഒരു ജനങ്ങൾ മാറി ചിന്തിച്ചു തോന്നുന്നു. അത്രയും ഭീകരമായ പ്രശ്നമാണ്. നല്ല പ്ലാന്റിൻ്റെ കുറ്റപത്രമാക്കിയിട്ട് പ്ലാന്റ് വർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ മറ്റ് വഴികൾ ജനങ്ങൾ ചിന്തിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങാൻ കാരണം ഒരു 5-6 വർഷമായി ഈ സമരം നടക്കുന്നു. ഞങ്ങൾ ഇതിലൊന്നും ബന്ധപ്പെട്ടിട്ടില്ല ഈ സമരത്തിൽ. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് താമരശ്ശേരിയെ ഒരു ക്രിമിനൽ ഏരിയ ആയിട്ടാണ്, അല്ലെങ്കിൽ ക്രിമിനൽ സ്ഥലമായിട്ടാണ് പബ്ലിക്സിൽ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ 1-2-3 കൊലപാതകങ്ങൾ. അതിപ്പോൾ ഈ താമരശ്ശേരി ബന്ധമുള്ള സ്ഥലമാണ് ഈ കൊലപാതകം നടന്നത്. പക്ഷേ ഈ 2-3 കൊലപാതകങ്ങൾ, ആശുപത്രിയിലൊരു പ്രശ്നം, അതുപോലെ മറ്റു പല സംഭവം ഉണ്ടായപ്പോൾ താമരശ്ശേരി ഒരു നോട്ടഡ് പ്ലേസായിട്ട് ആൾക്കാർ കാണാൻ തുടങ്ങി. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ഫ്രഷ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമരം നടത്തുന്നത്. ഈ സമരത്തിൽ ഞങ്ങൾ കക്ഷികളല്ല, പക്ഷേ ഈ സമരത്തോടനുബന്ധിച്ച് അവിടുത്തെ ആയിരക്കണക്കിന് വീട്ടുകാർ അവിടെ ഭയങ്കര ദുരിതത്തിലാണ്. ഞങ്ങൾ നേരിട്ട് അറിയാവുന്ന ഒരു കേസാണ്. പക്ഷെ ഫ്രഷ് കട്ട് കമ്പനി നടക്കുന്നത് ഞങ്ങൾ യാതൊരു വിധത്തിലും എതിരല്ല. പക്ഷേ ജനങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു അവസരം, അതായത് ശുദ്ധവായു, ശുദ്ധജലം, ഈ രണ്ടും ഊന്നൽ കൊടുക്കുക വേണം. അതിന് മുഖ്യമായിട്ടും അതിലേക്ക് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ ശുദ്ധവായും നല്ല ജലവും കിട്ടുന്ന രീതിയിലേക്ക് വേണം ഈ ഫ്രഷ് കട്ട് വർക്ക് ചെയ്യേണ്ടത്. ഇത് വർക്ക് ചെയ്യാതെ കുറേ വർഷങ്ങളായി എത്ര പരാതികളും എത്ര അവരെ ബന്ധപ്പെട്ടിട്ടും ഒരു നീക്കവും, എന്തോ സമ്മർദ്ദത്തിന് ഫലമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെ ഈ ദുരിതം മാറുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു വലിയ സ്ഫോടനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരമാണ് അപ്പോൾ ഉണ്ടായത്. കാരണം ചെറിയ കുട്ടികൾക്കൊക്കെ അസുഖങ്ങൾ, ശ്വാസമുട്ട്. ഇന്നലെ തന്നെ ഞാൻ പല വീടുകളിൽ പോയി. അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ വളരെ വിഷമത്തിലാണ്. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടായ ദിവസം ഭയങ്കരമായ ഒരു ചെറിയ ഇൻസിഡൻസ് ഉണ്ടായതാണ്. അതോടുകൂടി ആ സംഭവം കൊടുത്ത് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും മാറി താമസിക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഞങ്ങൾ പോയപ്പോൾ 4 പ്രായമുള്ള ആൾക്കാർ മാത്രമേ അവിടെ പുരുഷന്മാരെ കണ്ടിട്ടുള്ളൂ. കരിമ്പാലക്കുന്ന് ഭാഗത്ത്, അത് പല ഭാഗത്തും അതിൻ്റെ പല ഒരു 3-5 ഏരിയ ഉണ്ട് ഈ ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളിലെ സ്ഥലങ്ങളുണ്ട്. കനിയമണ്ണ, അതുപോലെ പൊറായി, അതുപോലെ മുക്ക്, ഇങ്ങനെ തുടങ്ങിയ പല സ്ഥലങ്ങളിലും പുരുഷന്മാരും ഇല്ല. കരിയമണ്ണ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ ആടെ ചെറിയ വീട് പൂട്ടിയിട്ടാണ്. ഞങ്ങൾ അവസാനം എങ്ങനെയൊക്കെ ഒരു സ്ത്രീനെ കണ്ടെത്തി, പുറത്ത് പോയിട്ട് കണ്ടെത്തിയപ്പോൾ വളരെ ദയനീയമാണ്. ഞങ്ങൾ കുറച്ച് കാശൊക്കെ അവിടെ തൽക്കാലം ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ കുറച്ച് കാശൊക്കെ അവിടെ കൊടുത്തു. പക്ഷെ അത് ഒരു പരിഹാരമല്ല. ഇതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അടിയന്തരമായി ഞങ്ങളെ കമ്മിറ്റി കൂടിയിട്ട് അവിടെയുള്ള മുഴുവൻ പ്രദേശത്ത് ഈ പ്രയാസപ്പെടുന്ന വീട്ടുകാർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള പദ്ധതി ഇന്നലെ തന്നെ ആസൂത്രണം ചെയ്ത് വെറും ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് മുഴുവൻ കുടുംബത്തിനുള്ള നല്ല രീതിയിലുള്ള ഒരു ചുരുങ്ങിയതൊരു 10 ദിവസമൊക്കെ അല്ലെങ്കിൽ 10-15 ദിവസമൊക്കെ തികയുന്ന രീതിയിലുള്ള ഭക്ഷണം ഞങ്ങൾ കിറ്റ് നാളെ അത് ഉച്ചയ്ക്ക് ശേഷം കൊടുക്കും. കാരണം അത്ര ദയനീയമാണ് അടുത്ത കാര്യം. ഇന്ന് ഞങ്ങളവിടെ സ്ഥലത്ത് ഞങ്ങൾ പോയപ്പോൾ പല വീടുകളും കയറി. ആ വീടുകളൊക്കെ സ്ത്രീകളൊക്കെ കരയുകയാണ്. ഞങ്ങൾക്ക് കുട്ടികൾ സ്കൂളിൽ പോയില്ല, പരീക്ഷ നടക്കുകയാണ്. അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ ഞങ്ങളുടെ ഭർത്താക്കന്മാരൊന്നും നിങ്ങൾ എത്തിച്ചു തരുമോ, എന്ത് വില വേണം ഞങ്ങൾ കൊടുക്കുക. പക്ഷേ ഞങ്ങളുടെ ഭർത്താവിനൊന്നും എത്തിയത്. ഞങ്ങൾ 4 ദിവസമായി ഉറങ്ങിയിട്ട്. കുട്ടികൾ പോലീസ് ഏത് സമയം ഒന്ന് റെയ്ഡാണ്. വീട്ടിൽ ഉള്ളിൽ കയറിയിട്ട് കട്ടിനടിയിൽ വരെ പരിശോധിക്കുകയാണ്. ഞങ്ങൾ അത്ര കുട്ടികളൊക്കെ കൗൺസിലിങ്ങിന് വരെ നമ്മൾ മനസ്സിലാക്കുന്ന കൗൺസിലിങ്ങിന് വരെ അടുത്ത മുഴുവൻ ആൾക്കാർ ഈ കൗൺസിലിംഗ് കൊണ്ടുപോയ അവസ്ഥയത് അപ്പോൾ ഞങ്ങൾ കാണുന്നത്. അത്ര ദയനീയമാണ് ഈ പോലീസ് അവിടെ കാണിച്ച പ്രശ്നങ്ങൾ.
പക്ഷേ ഇത് പോലീസിൻ്റെ നടപടി എന്താണെന്ന് ഞങ്ങൾ അതിലൊന്നും കിടക്കുന്നില്ല. ഞങ്ങൾ ഇത്ര പ്രശ്നം അതിൻ്റെ പേരിൽ തന്നെയല്ല, ഞങ്ങൾക്ക് ആ പ്രദേശത്ത് കുറേ കച്ചവടക്കാരുണ്ട്, ഇവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട് കടയിൽ വർക്ക് ചെയ്യുന്നത്. ഇവരൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ഇവരൊക്കെ എവിടെയോ ആണ് ഉള്ളത്, പുറത്തെവിടെയോ ആണ് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറി ഈ ഭീതി, ഈ നാട്ടിലെ ഈ ഭീതി ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളിവിടെ ഈ 18 മണിക്കൂറോളം ഈ അങ്ങാടിയിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ വീടൊക്കെ ഇതിൻ്റെ ചുറ്റുഭാഗത്തുമാണ്. പക്ഷേ എങ്കിൽ ഈ അങ്ങാടി ഏറ്റവും കൂടുതൽ ഞങ്ങൾ സമയം ചെലവുന്നത് ഈ അങ്ങാടിയിലാണ്. എതിർഭാഗത്ത് നമ്മൾ പറയുന്നില്ല, നമുക്ക് എതിർഭാഗം എന്നുള്ള വിഷയം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആരോടും ഒരു വിരോധമില്ല. പക്ഷേ നാട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവണം. അത് ഏതെങ്കിലും ഭാഗത്തു നിന്ന് പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗം കാണിക്കുന്ന എന്തെങ്കിലും അക്രമത്തിന് അത് ഞങ്ങൾ വില കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് ആര് ചെയ്തു എന്നുള്ളതല്ല, ഈ ഒരു വിഷയം ഉണ്ടാക്കിയതിൻ്റെ പിറകിൽ ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷേ നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ മുഖമാണ്, താമരശ്ശേരിയുടെ മുഖമാണ് നഷ്ടപ്പെടുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു വലിയ ശക്തിയാണ് ഇതിൻ്റെ ഉടമകളാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ മറ്റൊരു യൂണിറ്റും വർക്ക് ചെയ്യുന്നില്ല. അത് ഇവർ മൊത്തത്തിൽ അത് ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തിയിട്ട് ഇവരോട് കുത്തകയാക്കിയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് മാത്രം പ്രവർത്തിക്കാനുള്ള ഒരു ലൈസൻസ് ഇവർ കരസ്ഥമാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ശരിയാണോ അറിയില്ല, അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ പ്രോസസ്സിങ് നടത്തേണ്ട കപ്പാസിറ്റിയിൽ എത്ര മടങ്ങാണ് ഇവിടെ സാധനം വരുന്നതും ആ കപ്പാസിറ്റി പുറത്തായത് കൊണ്ട് ഇത് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഇത് മുഴുവനും ശരിയായ രീതിയിലല്ല പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം അതാണ് ഇവിടെ ഈ സംഭവത്തിന് കാരണം. ഇവർക്ക് മറ്റൊരു ഫാക്ടറി വരാൻ സാധിക്കുന്നില്ല, ഇവർക്ക് അതിനുള്ള പ്ലാന്റിൽ അതിനുള്ള സൗകര്യങ്ങളുമില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ തുടക്കം വന്നത്. പിന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനും ഇവരുടെ താല്പര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അത് ഉറപ്പൊന്നും ഞങ്ങൾ പറയുകയല്ല ഫാക്ടറി ഉടമകൾക്ക്. കാരണം ആർക്കും കോടതിയിൽ പോയാൽ നല്ല വക്കീൽമാരും നല്ല സ്വാധീനം ഉണ്ടെങ്കിൽ ആർക്കും നിയമങ്ങൾ കൈകാര്യം ചെയ്ത് വാങ്ങിയെടുക്കാൻ കഴിയും, ലൈസൻസ് കൊടുക്കാം. അങ്ങനെ സംഭവിക്കാം. ഏതായാലും സാധാരണ ജനങ്ങളുടെ കാര്യത്തിൽ ഇതൊന്നും നടത്താവുന്നില്ല. ഈ ഫാക്ടറി പൂട്ടണ ഒരിക്കലും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ അതിന് വേണ്ടതായ പ്രവർത്തിക്കാൻ അതിന് മതിയായ രീതിയിൽ പ്രവർത്തിച്ചിട്ട് വേണം ഈ ഫാക്ടറി മുന്നോട്ട് പോകാൻ. അല്ലാതെ വന്നു കഴിഞ്ഞാൽ ആണ് വീണ്ടും ഇത് ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം ഇതിപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഈ അതിര് വിട്ട് കഴിഞ്ഞാൽ ഇത് ജനങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ എല്ലാവരും നമ്മൾ പഴയ കാലത്ത് പറയുമല്ലോ നെക്സലൈറ്റ് ആയി പോകാന്ന് പറയുമല്ലോ, അതുപോലെ ഒരു ജനങ്ങൾ മാറി ചിന്തിച്ചു പോകുന്നു തോന്നുന്നു. അത്രയും ഭീകരമായ പ്രശ്നമാണ്. പക്ഷെ താമരശ്ശേരി കണ്ടമാനം പോലീസ് ഇവിടുത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പോലീസിലൊക്കെ ഇവർ മറ്റു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ വളരെ ദൂരമല്ല വയനാട്ടിൽ നിന്നും അതുപോലെ തന്നെ പെരുമ്പാവൂരിനൊക്കെയുള്ള പോലീസുകാരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പെരുമ്പാവൂരൊക്കെയുള്ള പോലീസുകാരൊക്കെ അപ്പോൾ അവിടെ പോസ്റ്റ് ചെയ്തത്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള മുഖങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവരെ ഈ സമരം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ആണ് എന്ന് സംശയിക്കും. അവിടെ മരുന്നിന് ഞാൻ ഇപ്പം ഇന്നലെ ഒരാൾ സംസാരിച്ചപ്പം മരുന്നിന് വളരെ പ്രയാസമാണ്. അപ്പം വളരെ ദൂരത്തുനിന്ന് ഒരാൾ മരുന്നൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. ഞങ്ങൾ ബന്ധപ്പെട്ടു. അതുപോലെ നിങ്ങൾ ചോദ്യം പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണവും അതുപോലെ തന്നെ അതിനോട് സ്കൂളിൽ കുട്ടികൾ പോകുന്നില്ല. ഇന്ന് ഞങ്ങൾ ആ പോകുന്ന പ്രദേശം മുഴുവനും വിജനമാണ്, ആൾ സഞ്ചാരമില്ല, ആളുകളില്ല. ഇന്ന് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ ഉച്ചക്ക് ലോഹർ നിസ്കാരത്തിൽ പോയപ്പോൾ ആകെ അവിടുത്തെ പ്രദേശത്ത് ഒറ്റ ആളാ പള്ളിയിലുള്ളത്, ഒരു പ്രായമുള്ള ആളല്ലാണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ പള്ളി ഒരൊറ്റ വ്യക്തിയാണ്. ആ പള്ളി നേതൃത്വം കൊടുക്കുന്ന നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് പിറകിലുള്ളത് ആകെ 2 പണ്ഡിതന്മാരും ഒരു നാട്ടുകാരനാണല്ലോ. അപ്പം അത്രയും അപകടമാണെന്ന് ആ ഒരൊറ്റ ഞങ്ങൾ ഉച്ചക്ക് നിസ്കരിക്കാൻ കയറിയപ്പോൾ ഉണ്ടായ ആ ഒരു മാത്രം ഒരു അനുഭവം കണ്ടപ്പോൾ ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു. കാരണം വലിയ പള്ളിയാണ്, 100-500 ആൾക്ക് നിൽക്കാത്ത പള്ളിയാണ്. ഒരു വ്യക്തി ഒരേ ഒരാളാണ് അവിടെ നിസ്കാരത്തിൻ്റെ 2 പണ്ഡിതന്മാർക്കൊപ്പം. നമ്മൾ നാട്ടുകാരൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഫാക്ടറിക്ക് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രശ്നമല്ല, പക്ഷെ 100% അതിൻ്റെ നിയമം സംരക്ഷിച്ചുകൊണ്ട്, അതായത് ഈ സ്മെല്ലുകളും അതുപോലെ വെള്ളവും
നശിപ്പിക്കാത്ത രീതിയിൽ ഈ സ്മെല്ല് പുറത്ത് വരാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും നേരത്തെ ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇത് എത്ര പറഞ്ഞിട്ടും എത്ര ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ആൾക്കാരെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ഈ മേൽ ഉദ്യോഗസ്ഥന്മാർക്ക് പോയിട്ടും ഒരു ശരിയായ പരിഹാരം കാണുന്നില്ല. അത് ജനങ്ങൾ വെച്ചാൽ ഒന്നുകിൽ അത് ഗവൺമെൻറ് ശക്തമായി ഇടപെട്ടിട്ട് ഒരു നല്ല പ്ലാന്റിൻ്റെ കുറ്റമറ്റതാക്കിയിട്ട് പ്ലാന്റ് വർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ മറ്റ് വഴികൾ ജനങ്ങൾ ചിന്തിക്കേണ്ടി വരും.